ഗുഡ് ന്യൂസ് എന്നൊരു കൊറിയൻ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഇറങ്ങിയത്. ഡയറക്റ്റഡ് ബൈ യൺ സങ് ഹ്യൺ. ഒരു ഫൺ ഡാർക്ക് കോമഡി പടമാണ്. കണ്ടു നോക്കാവുന്നതാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ്. പക്ഷെ ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഫിക്ഷൻ ആണെന്നാണ് പേഴ്സണലി തോന്നുന്നത്. ഞാൻ ആളുടെ മുന്നത്തെ സിനിമയായ കിൽ ബോക്സൂൺ നെറ്റ്ഫ്ലിക്സിൽ കണ്ടതാണ്. അതും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരുന്നു. എൻഗേജിങ് ആയിരുന്നു. എസ്പെഷ്യലി അതിന്റെ ആക്ഷൻ സീക്വൻസും ക്യാമറ വർക്കും വേറെ ലെവലായിരുന്നു. ആക്ഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടിപൊളി ക്യാമറ വർക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കാവുന്നതാണ്. ഈ പുതിയ സിനിമ ഗുഡ് ന്യൂസ് ഒരു ആക്ഷൻ പടം അല്ലെങ്കിലും മാർച്ച് 1970 നടന്ന ഒരു പ്ലെയിൻ ഹൈജാക്കിനെ ബേസ് ചെയ്താണ്. എനിക്ക് സിനിമയുടെ ആകെ ഒരു പോരായ്മ ഫീൽ ചെയ്തത് ഇതിന്റെ ലെങ്ത് ആണ്, റൺ ടൈം. കുറച്ചും കൂടെ കട്ട് ഷോട്ട് ചെയ്യായിരുന്നു എന്നാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷെ എനിക്ക് പേഴ്സണലി അത്രയും വലിയ അഴിച്ചിൽ തോന്നിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇൻട്രസ്റ്റിംഗ്, അത്രയും രസമായിട്ട് തന്നെയാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഡയറക്ടറിന്റെ ഒരു ഫിൽം മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര യുണീക്കാണ്. നമ്മൾ ആദ്യത്തെ സീനിൽ നമ്മൾ ഹുക്ക് ചെയ്യും. കിൽ ബോക്സുകൊണ്ട് പ്രത്യേകത അത് തന്നെ. ആദ്യത്തെ സീനിൽ നമ്മളിങ്ങനെ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് ഭയങ്കര രസമായിട്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ഒരു ഡാർക്ക് ഹ്യൂമർ ഒക്കെ വർക്ക് ആവുന്ന രീതി തന്നെയാണ് ഇതിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ഏറ്റവും ആദ്യം കൈ കൊടുക്കേണ്ടത് ഇതിന്റെ ഡയറക്ടർ തന്നെയാണ്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു ഇൻസിഡന്റിന് ഇത്രയും ക്രിയേറ്റീവ് ആയ രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട്. റൈറ്റിംഗിലും ഡയറക്ടർ ഒരു ഭാഗമായിരുന്നു, കൂടെ വേറൊരു ആളുകളും ഉണ്ടായിരുന്നു. റൈറ്റിംഗും വളരെ നന്നായിരുന്നു, ഡയലോഗ്സ് നല്ല രസമായിരുന്നു. നമ്മൾ കുറെ രീതിയിലുള്ള ഹൈജാക്ക് പടങ്ങൾ കണ്ടുണ്ടാവും. പക്ഷെ ഈ രീതിയിലുള്ള ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെന്റ് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ ഈ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ വേറെ ഒരു ഹൈജാക്ക് പടങ്ങളോ ഹോസ്റ്റേജ് പടങ്ങളോ കണ്ടിട്ടുണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ നല്ല കാര്യമായിട്ട് തോന്നിയത്. ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ കുറെ ട്രൂ സ്റ്റോറീസ് ഉണ്ടാവും, അത് എങ്ങനെ ആൾക്കാർ മുന്നിൽ എത്തിക്കുന്നു, എങ്ങനെ ഡിഫറെന്റ് പ്രസന്റ് ചെയ്യുന്നു, അതൊക്കെ ഭയങ്കര നല്ല ഒരു കമന്റബിൾ സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നോർത്ത് കൊറിയായിട്ടുള്ള എലിമിറ്റി, ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലായ്മ, പിന്നെ ഒരുപാട് ഹാഷ് ട്രൂത്തുകൾ, പൊളിറ്റിക്സ് ഒക്കെ ഈ സിനിമ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കുള്ള രീതി തന്നെ സംസാരിച്ച് പോകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനാണ്. ആ ഒരു എയർപോർട്ട് അത് ക്രിയേറ്റ് ചെയ്തത് തന്നെയാണെന്ന് തോന്നുന്നത്. അതേപോലെ ഇതിന്റെ ആ ഒരു 1970 എന്ന കാലഘട്ടം ഭയങ്കര നന്നായിട്ട് തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിഷ്വൽ ക്വാളിറ്റി നമുക്ക് ഈച്ച് ആൻഡ് എവറി ഫ്രെയിമിൽ നമുക്ക് ഈ സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ട സാധനം തന്നെയാണ്. ഇതിലെ ഓരോ ഡാർക്ക് ഹ്യൂമറിന്റെ പോർഷൻസ് ആണെങ്കിലും ടെൻസ് മൊമെന്റ്സ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ വർക്കാണ് കംപ്ലീറ്റ്ലി സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. കളർ ടോൺ, പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ ഫിസിക്കലി പ്രസന്റ് ചെയ്ത രീതി പോലും ഭയങ്കര വിഷ്വലി അപ്പീലിംഗ് ആയിരുന്നു. പിന്നെ മ്യൂസിക്കും നന്നായിരുന്നു. പിന്നെ ഇതിൽ പെർഫോമൻസസ്, ഈച്ച് ആൻഡ് എവറി പെർഫോമൻസസ് സൂപ്പർ ആയിരുന്നു. ഞാൻ എടുത്ത് പേര് പറയാത്തത് കുറേ പേരുള്ള ആയതുകൊണ്ടാണ്. ഏതായാലും ഇതിൽ ഒരു മോശം പ്രകടനങ്ങളിൽ എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ട്രൈ ചെയ്യാവുന്ന ഒരു ഫൺ ഡാർക്ക് ഹ്യൂമർ ഹോസ്റ്റേജ് സിനിമ തന്നെയാണ് ഗുഡ് ന്യൂസ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക.